നമസ്കാരം. വീണ്ടും ഒരു മന്ത്രിസഭ LDF തന്നെയായിരിക്കും 2026 എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ CPM മേന്മ കൊണ്ടാണോ എന്ന് പറയാനും കഴിയില്ല. എന്നാൽ അത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കും. ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല. 2026 CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് ആരായാലും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പ്രവചിക്കുന്നത് ഇതാണെങ്കിൽ കൂടി ഇതിനു പുറമെ ഇതിൽ പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് UDF അനൈക്യം, അത് മാത്രമല്ല സംഘപരിവാറിന്റെ നിലപാട് കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ, രണ്ടാമതെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനാണ് RSSന്റെ നേതൃത്വം അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത്. മറ്റിടങ്ങളിൽ UDFന്റെ തോൽവി ഉറപ്പാക്കി ആ മുന്നണിയെ ശിഥിലമാക്കുക ഇതാണ് പരിവാറിന്റെ ലക്ഷ്യം. സംഘപരിവാർ 2026 സംസ്ഥാന ഭരണം ലഭിച്ചില്ലെങ്കിൽ UDF തകർന്നഴിയുമെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ BJPയുടെ പാളയത്തിൽ എത്തിച്ചേരുമെന്നും RSSന്റെയും BJPയുടെയും നേതാക്കൾ ഇപ്പോൾ തന്നെ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചു. മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലെത്താൻ സ്വാഭാവികമായിട്ടും 2031 തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഭരണവിരുദ്ധ വികാരത്തിന്റെ തളിച്ചയിൽ ത്രിപുര മോഡലിൽ CPM-ഉം ഇടതു പാർട്ടികളും തകർന്നടിയുമെന്ന ആത്മവിശ്വാസവും ഈ പരിവാർ നേതൃത്വത്തിന് ഉണ്ട് എന്നുള്ളതാണ്. BJP ഫ്ലാഗ് അതായത് 2031 കേരള ഭരണം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വൻ പദ്ധതിക്കാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. RSS BJPയും ഇപ്പോഴേ തന്നെ അതിനുവേണ്ടിയുള്ള കോപ്പ് കൂടുകയാണ്. UDFന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ തകർച്ച അത് ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന് 2026 ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നത് തന്നെയാണ് പരിവാർ നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും ഇപ്പോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJPക്ക് ഭരണം നിലനിർത്താൻ കഴിയുന്നത് തന്നെയാണ്. ആ തരത്തിലാണ്. അതുപോലെ ഡൽഹിയിൽ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചത് തന്നെയാണ്. അതുകൊണ്ട് RSS നേരിട്ട് രംഗത്തിറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയും. സമാനമായ നീക്കമാണ് 2026-31 കേരളത്തിൽ സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ അവർ തിരഞ്ഞെടുപ്പ് വരെ പ്രചരണം വരെ ആസൂത്രണം ചെയ്ത് അവരുടെ തീരുമാനങ്ങളെല്ലാം RSS ആയിരുന്നു കൈക്കൊള്ളുന്നത്. രാജ്യത്ത് തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളും ബലിദാനികളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതിനാൽ തന്നെ കേരളത്തിലെ ഭരണം പിടിക്കുക എന്നത് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഈ പരിവാർ സംഘടനകളൊക്കെ ആരംഭിച്ചു. കേരളത്തിലെ 14 ജില്ലകളെ 31 ജില്ലകളാക്കി തിരിച്ച് BJPയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് RSSന്റെ ബുദ്ധിയാണ് ഇത്തരത്തിലുള്ള സമീപനം ചെയ്യുന്നത്. കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ ഘടന ഭാവി രാഷ്ട്രീയത്തിന് എതിരായതിനാൽ തന്നെ അത് പൊളിച്ചെടുക്കുക എന്നതാണ് ആദ്യമായിട്ട് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ലക്ഷ്യം. UDF ഫ്ലാഗ് ക്രൈസ്തവ സംഘടനകളെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് BJPക്ക് ക്രൈസ്തവരെ മുന്നോട്ട് നിർത്തിക്കൊണ്ടുപോകാനുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ BJP വിജയം എന്ന് പറയപ്പെടുന്നതിന്റെ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണയോട് കൂടിയായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് ആ വിജയം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ പിന്തുണ ലക്ഷ്യമിട്ട് തന്നെയുള്ള ഉഷ്ണമകരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിനായി നമ്മൾ ഗോവ ഗവർണർ P. ശ്രീധരൻപിള്ളയുടെ സേവനവും ഇതിനുവേണ്ടി BJP ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ്. അപ്പൊ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഒപ്പം മുസ്ലിം ലീഗ് തകരും. ആ പാർട്ടി തന്നെ പിളർന്നു. ഇത്തരത്തിലുള്ള ചില കണക്കുകൂട്ടലുകൾ BJPയുടെയും RSSന്റെയും നേതൃത്വത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉടനെ നടക്കാനിരിക്കുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘപരിവാർ നേതൃത്വം അടക്കം വിലയിരുത്തപ്പെടുന്നത്. തലസ്ഥാന നഗരമായിട്ടുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലുകൾ അവർക്കുണ്ട്. ദേശീയ നേതൃത്വത്തിനും BJP നേതൃത്വത്തിനും ഒപ്പം തന്നെ സംഘപരിവാറിനും ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും BJP തന്നെയാണ്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാം. വെള്ളാപ്പള്ളി പല നിലപാടുകൾ സ്വീകരിച്ച് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും BDJSന് ഇന്ത്യയെ വിട്ടുപോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോഴും പറയുന്നത്. കേന്ദ്ര ഏജൻസികളിൽ നിന്നും വെള്ളാപ്പള്ളിമാർക്ക് പലപ്പോഴും പലതും
ഒളിക്കാനുള്ളത് കൊണ്ട് ഒരു വലിയ സാഹസത്തിൽ നിന്നും BDJS മുതിരില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി ഇപ്പോൾ BJP. എന്നാൽ BJP ഈ BDJSന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷത്തെത്തിച്ച് ആ മുന്നണിയിൽ കുഴപ്പമുണ്ടാക്കുവാനും പിന്നീട് ഇടതുപക്ഷത്തിൽ നിന്നും വീണ്ടും NDA എത്തിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൊയ്യാനുള്ള ഒരു രഹസ്യ പദ്ധതി, ഒരു രഹസ്യ അജണ്ട BJPക്ക് ഉണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തുവരുന്ന ചില രഹസ്യങ്ങളാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ വളരെ വലിയ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി മുതിർന്ന CPM നേതാക്കൾക്കിടയിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന പാർട്ടി അത് ഇടതുപക്ഷത്തേക്ക് എത്തിയാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പൊതുവിൽ ഒരു വികാരമുണ്ട്. അത്തരത്തിലൊരു വികാരം CPMനകത്ത് തന്നെയുണ്ട്, CPM അണികൾക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കുകയാണ്. വിജയകരമായിട്ട് ജില്ലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. CPMന്റെ സംഘടനാ അടിത്തറയും ഒക്കെ ഇപ്പോൾ ശക്തമാണ് എന്ന് തന്നെ പറയാം. സംസ്ഥാന സമ്മേളനം കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ CPM സജ്ജമാണ് എന്നുള്ളതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വൻ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അതിപ്പോൾ CPM നേതൃത്വത്തിലുണ്ട്. ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞ ഈ സംസ്ഥാന സമ്മേളനം UDF മുസ്ലിം ലീഗ് അവരുടെ സംഘടനാ പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും കോൺഗ്രസിന്റെ അവസ്ഥ പരമദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. KPCC അധ്യക്ഷൻ K. സുധാകരൻ വലിയ പരാജയമാണ് എന്ന് VD സതീശൻ വിഭാഗം തന്നെ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ജാതിമത ശക്തികളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡന മനോഭാവം നിലപാടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതാക്കൾ തമ്മിലുള്ള ഈ അധികാര വടംവലി എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹത്തിൽ മാത്രമല്ല UDF അണികളിലും അനുഭാവികളിലും പോലും വലിയ അതിർത്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് അവകാശവാദം ഉന്നയിക്കുമെന്നുള്ള പ്രചാരണം കോൺഗ്രസ് വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിൽ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF ആണ്. ഭരണത്തിലേക്ക് അവർ തിരിച്ചു വരുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും അത് കുറഞ്ഞു വരികയാണ്, വിരളമാവുകയാണ്. ഇനി വരിക എന്നുള്ളതാണ്, വരുമോ എന്ന് അറിയാൻ കഴിയില്ല. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ഘടനയും BJPയുടെ നിലപാടുമെല്ലാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ UDF ആണ് ഇതിന് വലിയ വില നൽകേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സംശയം. ഇതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഞാനിപ്പോ പറഞ്ഞിരുന്നത് പോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് കോട്ടമുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയാണ് യാത്ര. വളരെ വലിയ അനുകൂലമായിട്ടുള്ള തരംഗങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥ UDFനുള്ള ഒരു സമയമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച UDFിനുള്ള ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ വാദങ്ങളടക്കം അല്ലെങ്കിൽ അതിനെ NSS അത്തരത്തിൽ ഉപയോഗിച്ചതടക്കം ജാതിമത സമുദായ സംഘടനകളുടെ വല്ലാത്ത ഒരു തള്ളിക്കയറ്റം ഈ UDFിനകത്തുണ്ടാകും. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കോൺഗ്രസിലെ നേതാക്കന്മാർ ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ UDFിനുള്ളിൽ നിന്നുകൊണ്ട് ഇനി അധികാരത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്ന സ്ഥിതി മുസ്ലിം ലീഗ് മാറും. അപ്പോൾ 2026 ആരധികാരത്തിൽ വന്നാലും ആ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും. അത് LDF ആണെങ്കിലും UDF ആണ്. ഇനി LDFിന് നില പരിഗണനാണെങ്കിൽ അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കസേര കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുകയാണെങ്കിൽ CPMനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് LDFിന്റെ ഭാഗമാകാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടും മൂന്നാമത്തെ മന്ത്രിസഭയുമായിട്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്തുക എന്നത് ഇടതുപക്ഷം തന്നെയാണ്. അവിടെ വലിയൊരു നേട്ടം കൊയ്യാൻ പോകുന്നത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ സംഘടനാ സംവിധാനം ശക്തമാക്കി മുന്നോട്ട് പോകുന്നതാണ്. അവരുടെ ഇടപെടലുകൾ ഒന്നാം സ്ഥാനത്ത് പല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ 11 മണ്ഡലങ്ങൾ 8 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. അങ്ങനെ 19 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു. അങ്ങനെ 5-6 സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള പ്രവൃത്തി BJP നടപ്പിലാക്കും അല്ലെങ്കിൽ RSS നടപ്പിലാക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഭരിക്കുക എന്നുള്ളത് ബാലികേറ മലയാളം UDFിനും ഒപ്പം തന്നെ എഴുതിയിരുന്നു. പക്ഷേ അവിടെ വലിയ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, LDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പോലും നോക്കാതെ 2026 വീണ്ടും അധികാരത്തിലേക്ക് LDF എത്തും. അങ്ങനെ LDF എത്തുകയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക. എന്തായാലും 2026 CPMന്റെ മന്ത്രിസഭ തന്നെയായിരിക്കും
വീണ്ടും അധികാരത്തിൽ